പ്രിയ തിലകൻ, താങ്കളായിരുന്നു ശരിയെന്നും താങ്കളായിരുന്നു യഥാർത്ഥ കലാകാരനെന്നും ഞങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ, ഈ കാലത്തോട് വിളിച്ചു പറയാൻ നീണ്ട 15 വർഷക്കാലം വേണ്ടി വന്നു. മറ്റുള്ളവർ തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ആടിത്തിമിർക്കുന്ന വെറും കോമരങ്ങൾ മാത്രമായപ്പോൾ നിങ്ങളായിരുന്നു യഥാർത്ഥ മനുഷ്യ സ്നേഹി. കാരണം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല. പോലീസിനെയും കൊണ്ട് അമ്മയുടെ മീറ്റിംഗിന് വന്ന ആളാണ് തിലകൻ ചേട്ടൻ. എന്നിട്ടും ഞങ്ങൾ ക്ഷമിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോലീസ് അകമ്പടിയോടുകൂടി രണ്ട് പോലീസുകാരെ എന്നോടൊപ്പം ഒക്കെ ഞങ്ങൾക്ക് അപമാനം ഉണ്ടാക്കി. പക്ഷേ ഞാൻ പോലീസ് എസ്കോർട്ടിൽ വന്നിട്ടുണ്ട് ജനറൽ ബോഡി. എന്നെ ജനറൽ ബോഡിക്ക് വന്ന കൊന്നുകളെന്ന് പറഞ്ഞിട്ടുണ്ട് ടെലഫോണിൽ. അന്നാണ് പോലീസ് എസ്കോർട്ടിൽ. എൻ്റെ മക്കള് 4 ആൺമക്കളും അച്ഛനെ കൊല്ലുമെന്നറിയാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ സഹപ്രവർത്തകരുടെ ഇടയ്ക്ക് വരിക എന്ന് പറയുന്നത് വളരെ വളരെ മനപ്രയാസം ഉണ്ടാകുന്ന കാര്യം. തിലകൻ ചേട്ടനെ ഒരു സഹോദരനെ പോലെ ഒരു പിതാവിനെ പോലെ കാണുന്നവരാണ് ഈ അംഗങ്ങളെല്ലാവരും. സമ്മതിച്ചു, താങ്കൾ തിലകനെ സഹോദരനായിട്ടും കാരണവരായിട്ടും അപ്പന്റെ സ്ഥാനത്തുമൊക്കെ കരുതുന്നതുകൊണ്ടാണല്ലോ വിനയൻ എന്ന സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ 2-2.5 വർഷക്കാലം അദ്ദേഹത്തെ സിനിമാ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയത്. താങ്കളാണല്ലോ കോടതിയൊക്കെ. ബാക്കി ഞാൻ പറയുന്നില്ല. ഈ സംഘടന ഒരു മാഫിയാണെന്ന് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ധാരണ ഇപ്പോഴും അതാണ്. ആ ധാരണ ഉള്ളപ്പോൾ അത് തന്നെ പറയണമെന്നാണ് എന്നെ പൂർവികന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം 12 സിനിമയിൽ അഭിനയിച്ചു അദ്ദേഹം പറയുന്നത്. 12 മാസം ഒരാൾ 12 സിനിമയിൽ അഭിനയിച്ചാൽ പോലെ ഞങ്ങൾക്കൊന്നും അത്രയും പടം കിട്ടില്ലല്ലോ. 10-35 വർഷക്കാലം മലയാള സിനിമയിൽ ഒരു സഹനടലിൽ മാത്രം ഒതുങ്ങി ജീവിച്ച താങ്കൾ തിലകനെ പോലുള്ള മഹാനടന്മാരെ ഒതുക്കി വിനയൻ എന്ന ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്ത് ന്യായീകരണമാണ് താങ്കളെ പോലുള്ള നേതൃത്വ പാടവം, എന്ത് വിശദീകരണമാണ് മലയാളികൾക്ക് നൽകുക? മലയാളികൾക്ക് നല്ലൊരു കഥാപാത്രമോ നല്ലൊരു അഭിനയ മുഹൂർത്തമോ താങ്കൾക്ക് ഇതുവരെ സമ്മാനിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കളുടെ കഴിവിനെ കുറിച്ച് താങ്കൾ ആദ്യം ബോധവാനാകൂ. 54-ാമത്തെ വർഷമാണ് ഞാൻ അഭിനയം തുടങ്ങിയിട്ട്. ഈ 54 വർഷവും എനിക്ക് ഉണ്ടാകാത്ത അനുഭവമാണ് എന്നെ ഉൾക്കൊണ്ട സംഘടനയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. മിസ്റ്റർ ഗണേഷ് കുമാർ, താങ്കളെ പോലുള്ള വ്യക്തിത്വത്തെയും നേതൃത്വത്തെയും മലയാളികൾ എന്നും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ചില ചാബല്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. തിലകന്റെ സ്വഭാവ ചാബല്യം കാണാം. മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ പൊതുവേദിയിൽ വെച്ച് സ്റ്റേജിലെ ആങ്കറെ കാണിച്ച ഈ അശ്ലീലം നടൻ വിനായകനോ ഒരു 2ാം നിര നടനോ കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഇവരൊക്കെ കൂടി ചവിട്ടി പുറത്താക്കിയനെ ഈ സിനിമാ മേഖലയിൽ നിന്ന്. ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. ദിലീപ് ഒരു മാഫിയയാണെന്ന് തിലകൻ സാറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അത് പ്രാവർത്തികമാക്കി അദ്ദേഹം. ഞാൻ മാഫിയയാണെന്ന് ദിലീപ് കാണിച്ചു തന്നു സ്വയം മലയാളികൾക്ക്. കണ്ണികൾ മുറിയാൻ പാടില്ല. മുറിഞ്ഞു പോയതുകൊണ്ടല്ലേ കൂട്ടിയണക്കേണ്ടി വരുന്നത്. മുറിയാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, തിലകന് മാത്രമല്ല. അങ്ങനെ ചെയ്യട്ടെ. മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ച പോരെ എൻ്റെ വിലക്ക് പിൻവലിക്കാൻ? ഞാൻ ചോദിക്കണം, എനിക്ക് അറിവില്ലാതെ ചോദിക്കാം. ശരിയല്ലേ? ഈ മമ്മൂട്ടി മോഹൻലാലും ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തിരുന്നെങ്കിൽ തിലകൻ എന്ന മഹാനടനെ മലയാള സിനിമയ്ക്ക് 2-3 വർഷക്കാലം നഷ്ടപ്പെടുമായിരുന്നു. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് ഞാൻ 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്. ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു. അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. കുറ്റപ്പെടുത്തരുത്. സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ, സ്വന്തം ഫ്രട്ടേണിറ്റിപ്പെട്ട ആൾക്കാരെ മറ്റുള്ളവരോട് കൊണ്ടേ കൊടുത്തിട്ട് അവരെ സ്വഭാവഹത്യ ചെയ്യാൻ അദ്ദേഹം കൂട്ടുനിൽക്കുക. ശരിയാണ്, മമ്മൂട്ടി സാർ എപ്പോഴും അങ്ങനെയാണ്. പുറകിൽ നിന്നുള്ള കളികൾ മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയും ഏറ്റെടുക്കില്ല. മോഹൻലാലിനെ പോലുള്ളവരെയൊക്കെ ഫ്രണ്ടിൽ നിർത്തി ഉള്ള കളികളാണ്. ഇപ്പം കണ്ടില്ലേ, സിദ്ദിഖ് രാജിവെച്ചപ്പോൾ മോഹൻലാൽ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? മോഹൻലാൽ രാജിവെക്കാനും പറ്റില്ല, അദ്ദേഹത്തിന് മാധ്യമങ്ങളെ വിട്ട് വന്ന് കാണാനും പറ്റില്ല. മാറിക്കിടക്കുന്ന ഒരു സമ്പ്രദായം. ഒരു കാരണവരായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആളാണ്. അവരെക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തയാളാണ് ഞാനെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉപദേശിക്കുന്നത് തെറ്റുണ്ടോ? പ്രിയപ്പെട്ട തിലകൻ, താങ്കളോട് മലയാള സിനിമ ചെയ്ത ക്രൂരത ഞങ്ങൾക്കിന്ന് മനസ്സിലാകുന്നു. താങ്കൾ ചെയ്ത തെറ്റ് വിനയൻ എന്ന സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചു. 2ാമത് താങ്കളുടെ സംഘടനയിലെ മാഫിയകളെ തുറന്നു കാട്ടി, താങ്കളുടെ സംഘടനയിലെ പോക്രിത്തരങ്ങളെ, കൊള്ളരുതായ്മകളെ തുറന്നു കാട്ടി. ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് താങ്കൾക്ക് 2-2.5 വർഷക്കാലം താങ്കളുടെ തൊഴിലിടത്തിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും ഇവന്മാരൊക്കെ വിലക്കി നിർത്തിയെങ്കിൽ ഈ പറയുന്ന ചെറ്റത്തരങ്ങളും പോക്രിത്തരങ്ങളും പീഡന വിദഗ്ധന്മാരായ
ഈ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പണിഷ്മെന്റ് കൊടുക്കണം?